Hello friends, welcome to my English classroom. In this class, we are going to discuss about the poem You Left Me, written by രവീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രശസ്തമായ കവിതാ സമാഹാരമാണ് ദ ഗാർഡനർ. ഈ കവിതാ സമാഹാരത്തിലെ 46ാമത് കവിതയാണ് യു ലെഫ്റ്റ് മീ. ഈ കവിതയെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. തൻ്റെ ഒരു നഷ്ടപ്രണയത്തെക്കുറിച്ചും ആ പ്രണയത്തിലൂടെ താൻ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയ സത്യങ്ങളെക്കുറിച്ചും വിവരിക്കുകയാണ് ഈ കവിതയിൽ അദ്ദേഹം ചെയ്യുന്നത്. കവിതയെ അതിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കവിതയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾക്ക് സുപരിചിതനാണെങ്കിലും രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് 2 വാക്ക്. രവീന്ദ്രനാഥ ടാഗോർ 1861 to 1941, the first Indian, also the first non-European to be awarded the Nobel Prize for Literature, was a Bengali poet, song composer, playwright, short story writer, social reformer, painter and essayist. രവീന്ദ്രനാഥ ടാഗോർ 1861 ജനിക്കുകയും 1941 മരണമടയുകയും ചെയ്തു. ഇദ്ദേഹമാണ് സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. മാത്രമല്ല യൂറോപ്പിൽ നിന്നല്ലാത്ത ആദ്യ വ്യക്തിയും ഇദ്ദേഹമാണ്. ഇദ്ദേഹം ആരായിരുന്നു? ഒരു ബംഗാളി പോയറ്റായിരുന്നു, ഒരു ബംഗാളി കവിയായിരുന്നു. സോങ് കമ്പോസർ, ഒരു സംഗീതജ്ഞനായിരുന്നു. പ്ലേ റൈറ്റ്, നാടകകൃത്തായിരുന്നു. ഷോർട്ട് സ്റ്റോറി റൈറ്റർ, ചെറുകഥാകൃത്ത്. സോഷ്യൽ റിഫോർമർ, സാമൂഹിക പരിഷ്കർത്താവ്. പെയിൻറ്റർ, ചിത്രകാരൻ. ആൻഡ് എസ്സേയിസ്റ്റ്, ഒരു ഉപന്യാസകർത്താവുമായിരുന്നു ഇദ്ദേഹം. ഹീ ഈസ് പോസിബിളി ദ മോസ്റ്റ് പ്രൊലിഫിക് ആൻഡ് വേഴ്സറ്റൈൽ റൈറ്റർ ദ വേൾഡ് ഹാസ് എവർ നോൺ. ലോകമറിയുന്നതിൽ വെച്ച് ഏറ്റവും സമൃദ്ധമായ ബഹുമുഖ പ്രതിഭയായ എഴുത്തുകാരനായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ. And is renowned for his collection of poems Geethanjali or Song Offerings, which became a highly influential work in introducing Indian culture to the West. ഇന്ത്യൻ സംസ്കാരത്തെ പാശ്ചാത്യ നാടുകളിലേക്ക്, യൂറോപ്പിലേക്ക് മനസ്സിലാക്കി കൊടുത്ത കവിതാ സമാഹാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സോങ് ഓഫറിങ്സ് എന്നറിയപ്പെടുന്ന ആ മഹത്തായ പുസ്തകത്തിലൂടെയാണ് ലോകത്തെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയായി ഇദ്ദേഹം മാറിയത്. പാശ്ചാത്യ നാടുകളിലേക്ക് ഇന്ത്യൻ സംസ്കാരം വിളിച്ചോതിയത് അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന ഈ പുസ്തകത്തിലൂടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഭവബഹുലമായ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കൃതികളെക്കുറിച്ചും പുസ്തകത്തിൽ നിന്ന് കൃത്യമായ അറിവ് നേടിയെടുക്കാൻ ശ്രമിക്കുക. നമുക്കിനി അദ്ദേഹത്തിൻ്റെ ഈ കവിതാ സമാഹാരത്തെക്കുറിച്ചും നമ്മൾക്ക് പഠിക്കാനുള്ള കവിതയെക്കുറിച്ചും മനസ്സിലാക്കാം. ദ ഗാർഡനർ. ദ ഗാർഡനർ ഇസ് എ കളക്ഷൻ ഓഫ് 85 പ്രോസ് പോയംസ് ബൈ ടാഗോർ. ടാഗോറിൻ്റെ 85ഓളം പ്രോസ് പോയംസ് അടങ്ങിയ കവിതാ സമാഹാരമാണ് ഗാർഡനർ. പ്രോസ് രീതിയിലുള്ള, അതായത് കൃത്യമായിട്ടുള്ള വേഴ്സ് അല്ല, കവിതാ രീതി മാത്രമല്ല, കൃത്യമായ അനുഭവങ്ങൾ, കഥകൾ, സംഭവങ്ങളൊക്കെ പറഞ്ഞു തരുന്ന രീതിയിലുള്ളൊരു കവിതയാണ് പ്രോസ് പോയംസ്. അത്തരത്തിൽ 85 പ്രോസ് പോയംസിൻ്റെ ഒരു കവിതാ സമാഹാരമായിരുന്നു ദ ഗാർഡനർ. ഇൻ ഹിസ് ഓൺ വേർഡ്സ് മോസ്റ്റ് ഓഫ് ദ ലിറിക്സ് ആർ അബൌട്ട് ലവ് ആൻഡ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ പ്രകാരം ഇതിലെ കവിതകളിലെല്ലാം സ്നേഹവും ജീവിതവും കാണാം. സ്നേഹത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും തനിക്കുള്ള കാഴ്ചപ്പാടുകളാണ് ഇതിലെ കവിതകളിൽ താൻ വരച്ചിട്ടത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ദ ഗാർഡനർ, വിച്ച് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫ് ഹിസ് വർക്ക്സ്, ഈസ് ആൾസോ നോൺ ആസ് ദ ബുക്ക് ഓഫ് ലവ്. ദ ഗാർഡനർ എന്ന ഏറ്റവും മികച്ച കവിതാ സമാഹാരങ്ങളിൽ ഒന്നായ ഈ പുസ്തകത്തെ ദ ബുക്ക് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ പുസ്തകമെന്നാണ് അറിയപ്പെട്ടിരുന്നത്. It speaks not just about his love for a woman, but also about unity of humanity and universal love. സ്നേഹത്തിൻ്റെ പുസ്തകം എന്ന് വിളിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ടാഗോറിന് ഏതെങ്കിലും ഒരു സ്ത്രീയോടുള്ള പ്രണയത്തെക്കുറിച്ചല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രമല്ല, ആ ഒരു സ്നേഹം മാത്രമല്ല ഇതിലെ വരികളിൽ വന്നിട്ടുള്ളത്. മറിച്ച് എബൌട്ട് യൂണിറ്റി ഓഫ് ഹ്യൂമാനിറ്റി,
മനുഷ്യവർഗത്തിൻ്റെ ഒരുമയെക്കുറിച്ച്, ആൻഡ് യൂണിവേഴ്സൽ ലവ്, വിശ്വസ്നേഹത്തെക്കുറിച്ച്. എന്താണ് വിശ്വസ്നേഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ ലവ് ടുവേർഡ്സ് നേച്ചർ, മെൻ, എർത്ത്, വേൾഡ് ആൻഡ് ലൈഫ്. അത് പ്രകൃതിയോടുള്ള സ്നേഹമാണ്, മനുഷ്യരോടുള്ള സ്നേഹമാണ്, ഭൂമിയോടുള്ള, ലോകത്തിനോടുള്ള, ജീവിതത്തോടുള്ള സ്നേഹമാണ്. ഈ സ്നേഹത്തെക്കുറിച്ചെല്ലാം ഇതിലെ കവിതകളിൽ പറയുന്നുണ്ട്. ദ കളക്ഷൻ ആൾസോ ഇൻക്ലൂഡ്സ് മിസ്റ്റിക്കൽ ആൻഡ് റിലീജിയസ് പോയംസ്, നാച്ചുറൽ പോയംസ് ആൻഡ് ഈവൻ എ ഫ്യൂ പോയംസ് വിത്ത് പൊളിറ്റിക്കൽ ഓവർടോൺസ്. ഇതിലെ കവിതകളിൽ മറ്റനേകം ആശയങ്ങളും കടന്നു വരുന്നുണ്ട്. ഇതിൽ മിസ്റ്റിക്കൽ പോയംസ് ഉണ്ട്, ജീവിതത്തിൻ്റെ നിഗൂഢതകളെക്കുറിച്ച് പറയുന്ന കവിതകളുണ്ട്. റിലീജിയസ്, മതപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന കവിതകളുണ്ട്. നേച്ചർ പോയംസ്, പ്രകൃതിയെ വർണ്ണിക്കുന്ന കവിതകളുണ്ട്. അതുപോലെ തന്നെ പോയംസ് വിത്ത് പൊളിറ്റിക്കൽ ഓവർടോൺസ്, രാഷ്ട്രീയമായിട്ടുള്ള സ്വരം വരുന്ന അത്തരത്തിലുള്ള ആശയങ്ങൾ പ്രകടമാക്കുന്ന കവിതകളും ഉണ്ടായിരുന്നു. ദ വേഴ്സ് 46, യു ലെഫ്റ്റ് മീ, is a reminiscence of a lost love and reflection on the transience of time and life. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ഈ കവിതാ സമാഹാരത്തിലെ 46ാമത് കവിത യു ലെഫ്റ്റ് മീ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നഷ്ടപ്രണയത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. മാത്രമല്ല ക്ഷണികമായ, നശ്വരമായ, നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ്. തനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു പ്രണയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വലിയ കാലഘട്ടം, സമയം, ജീവിതം, അതിനെക്കുറിച്ചെല്ലാമുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ് ഈ കവിതയിലൂടെ കവി പ്രകടമാക്കുന്നത്. നമുക്ക് കവിതയിലെ ഓരോ വരികളിലൂടെയും ഈ ആശയത്തെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. യു ലെഫ്റ്റ് മീ, നീ എന്നെ ഉപേക്ഷിച്ചു പോയി. യു ലെഫ്റ്റ് മീ ആൻഡ് വെൻറ്റ് ഓൺ യുവർ വേ, നീ എന്നെ ഉപേക്ഷിച്ച് നിൻ്റെ വഴിക്ക് പോയി. ഐ തോട്ട് ഐ ഷുഡ് മോൺ ഫോർ യു, ഞാൻ ആദ്യം വിചാരിച്ചു നിനക്ക് വേണ്ടി വിലപിക്കണം. ആൻഡ് സെറ്റ് യുവർ സോളിറ്ററി ഇമേജ് ഇൻ മൈ ഹേർട്ട് റോട്ട് ഇൻ എ ഗോൾഡൻ സോങ്, നിൻ്റെ ഏകാഗിയായിട്ടുള്ള ആ രൂപം എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കണം. എങ്ങനെ? റോട്ട് ഇൻ എ ഗോൾഡൻ സോങ്, ഒരു സുവർണഗീതമായി അത് മെനഞ്ഞെടുക്കണം എന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. മോൺ എന്ന് പറഞ്ഞാൽ വിലപിക്കുക. ഞാൻ ആദ്യം വിലപിക്കണമെന്ന് വിചാരിച്ചു. സെറ്റ് യുവർ സോളിറ്ററി ഇമേജ്, സെറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠിക്കുക, സോളിറ്ററി എന്ന് പറഞ്ഞാൽ ഏകാഗിയായ, നിൻ്റെ ഒറ്റയ്ക്കുള്ള ആ ചിത്രം എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കണം. റോട്ട് ഇൻ എ ഗോൾഡൻ സോങ്, റോട്ട് എന്ന് പറഞ്ഞാൽ മെനയുക, രൂപപ്പെടുത്തുക. എങ്ങനെ? ഇൻ എ ഗോൾഡൻ സോങ്, ഒരു സുവർണഗീതമായി, ഒരു സുവർണഗീതമായി നിൻ്റെ ചിത്രം എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കണം, എന്നിട്ട് നിന്നെ ഓർത്ത് വിലപിക്കണമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു നീ എന്നെ ഉപേക്ഷിച്ചു പോയപ്പോൾ. ബട്ട് മൈ ഇവിൽ ഫോർച്യൂൺ, പക്ഷെ എന്തു ചെയ്യാം, ഭാഗ്യക്കേട്, വല്ലാത്ത ഭാഗ്യക്കേട്. ടൈം ഈസ് ഷോർട്ട്, സമയം ചുരുക്കമാണല്ലോ, സമയം നശ്വരമാണല്ലോ, നശിച്ചു പോകുന്നതാണല്ലോ, അധിക സമയമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എനിക്കതിന് പറ്റിയില്ല എന്നാണ് കവി പറയുന്നത്. തന്നെ ഉപേക്ഷിച്ചു പോയ പ്രണയിനിയോടാണ് കവി സംസാരിക്കുന്നത് എന്ന് വ്യക്തമാണ്. കാരണം യു ലെഫ്റ്റ് മീ, നീ എന്നെ ഉപേക്ഷിച്ചു പോയി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ തന്നെ ഇട്ടേച്ചു പോയ ആളോട് തന്നെയാണ് സംസാരിക്കുന്നത്. തുടക്കത്തിൽ അതിലൊരു വലിയ സങ്കടം തോന്നിയെങ്കിലും അവസാനം അതിനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല എന്നാണ് അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ബാക്കി നോക്കാം. യൂത്ത് വെയിൻസ് ഇയർ ആഫ്റ്റർ ഇയർ, ദ സ്പ്രിംഗ് ഡേയ്സ് ആർ ഫ്യൂജിറ്റീവ്, ദ ഫ്രെയിൽ ഫ്ലവേഴ്സ് ഡൈ ഫോർ നത്തിങ്, ആൻഡ് ദ വൈസ് മാൻ വാണ്ട്സ് മീ ദാറ്റ് ലൈഫ് ഈസ് ബട്ട് എ ഡ്യൂ ഡ്രോപ്പ് ഓൺ ദ ലോട്ടസ് ലീഫ്. യൂത്ത് വെയിൻസ്, വെയിൻസ് എന്ന് വെച്ചാൽ ക്ഷീണിക്കുക, നശിച്ചു പോവുക. ഇയർ ആഫ്റ്റർ ഇയർ, ചെറുപ്പം, വർഷം മുന്നോട്ട് പോകുന്തോറും നശിച്ച് നശിച്ച് പോകുന്നു. നമ്മൾക്ക് പ്രായമാകുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദ സ്പ്രിംഗ് ഡേയ്സ് ആർ ഫ്യൂജിറ്റീവ്, വസന്തകാലം പറന്നു പറന്നു പോകുന്നു. ഫ്യൂജിറ്റീവ്, പറന്നു പറന്നു പോവുക, പെട്ടെന്ന് കഴിഞ്ഞു പോവുക. വസന്തകാലം എപ്പോഴും യുവത്വവുമായിട്ട്
ഈക്വൽ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. നമ്മളുടെ യുവത്വം അത് ഒരു വസന്തകാലമായിട്ടാണ് കവി കാണിക്കുന്നത്. യുവത്വം ക്ഷീണിച്ചു പോകുന്നു വർഷം തോറും, അതുപോലെ തന്നെ വസന്തകാലവും പറന്നു പറന്നു പോകുന്നു. ദ ഫ്രെയിൽ ഫ്ലവേഴ്സ് ഡൈ ഫോർ നത്തിങ്, ബലമില്ലാതെ പൂക്കൾ വാടി വീണ് മരിച്ചു പോകുന്നു. ഫ്രെയിൽ ബലമില്ലാത്ത, ഫ്ലവേഴ്സ് ഡൈ ഫോർ നത്തിങ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ പൂക്കൾ വാടിപ്പോകുന്നു. ആൻഡ് ദ വൈസ് മാൻ വാൺസ് മീ, കൂട്ടത്തിൽ വിവേകമുള്ളവർ എന്നോട് വാൺ ചെയ്തു, എന്നോട് പറഞ്ഞു, ദാറ്റ് ലൈഫ് ഈസ് ബട്ട് എ ഡ്യൂ ഡ്രോപ്പ് ഓൺ ദ ലോട്ടസ് ലീഫ്, ഒരു താമര ഇലയിലെ മഞ്ഞുതുള്ളി പോലെയാണ് ജീവിതം. അത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് തീരുന്ന ഒന്നാണ്. സങ്കടപ്പെട്ടിരിക്കാൻ നേരമില്ല. ചെറുപ്പം, ജീവിതം എല്ലാം നശ്വരമാണ്, വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന ഒന്നാണ്. അതുകൊണ്ട് ഒരു താമര ഇലയിലെ മഞ്ഞുതുള്ളി പോലെയേ ഉള്ളൂ ജീവിതമെന്ന് വിവേകമുള്ളവർ എനിക്ക് പറഞ്ഞു തന്നു. ഷുഡ് ഐ നെഗ്ലെക്റ്റ് ആൾ ദിസ് ടു ഗേസ് ആഫ്റ്റർ വൺ ഹു ഹാസ് ടേൺഡ് ഹെർ ബാക്ക് ഓൺ മീ? ദാറ്റ് വുഡ് ബി റൂഡ് ആൻഡ് ഫുളിഷ്, ഫോർ ടൈം ഈസ് ഷോർട്ട്. എന്നിട്ട് കവി പറയാണ്, ഷുഡ് ഐ നെഗ്ലെക്റ്റ് ആൾ ദിസ്, ഇതെല്ലാം ഞാൻ അവഗണിക്കണോ? ടു ഗെയ്സ് ആഫ്റ്റർ, എന്തിന്? നോക്കിയിരിക്കാൻ. എന്ത് നോക്കിയിരിക്കാൻ? വൺ ഹൂ ഹാസ് ടേൺഡ് ഹെർ ബാക്ക് ഓൺ മീ, എന്നെ ഇട്ടേച്ചു പോയ, എനിക്ക് നേരെ മുഖം തിരിച്ച് സ്വന്തം വഴിക്ക് പോയ അയാളെ നോക്കിയിരുന്ന് ഞാൻ സമയം കളയണോ? എന്നിട്ട് അവർ പറഞ്ഞ ഈ വിവേകമുള്ള വാക്കുകൾ ഞാൻ നെഗ്ലക്റ്റ് ചെയ്യണോ? ഞാൻ നിഷേധിക്കണോ? ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കണോ? ദാറ്റ് വുഡ് ബി റൂഡ് ആൻഡ് ഫുളിഷ്. അങ്ങനെ ഞാനത് മൈൻഡ് ചെയ്യാതിരുന്നാൽ അതൊരു പ്രാകൃതമായ മണ്ടത്തരമായി പോവും. ദാറ്റ് വുഡ് ബി റൂഡ്, വളരെ പ്രാകൃതമായി പോവും. അതായത് പുതിയ കാലത്ത് മനുഷ്യന്മാർ ചെയ്യാത്തതായിരിക്കും. ഫുളിഷ്, മണ്ടത്തരമാവും. കാരണം ഫോർ ടൈം ഈസ് ഷോർട്ട്, കാരണം സമയം വളരെ ചുരുക്കമല്ലേ, ജീവിതം വളരെ ചെറുതല്ലേ, കാലം കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് വിവേകമുള്ളവർ എന്നോട് പറഞ്ഞു, ഒരു താമരയിലയിലെ മഞ്ഞുതുള്ളി കണക്കാണ് ജീവിതം. സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല, ജീവിതം മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ പറയുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവഗണിക്കാൻ സാധിക്കില്ല. ഷുഡ് ഐ നെഗ്ലക്റ്റ്, ഞാൻ അവഗണിക്കണോ? എന്നെ ഇട്ടേച്ചു പോയ ആളെ നോക്കിയിരുന്ന് അവർ പറയുന്നത് ഞാൻ അവഗണിക്കണോ? ദാറ്റ് വുഡ് ബി റൂഡ് ആൻഡ് ഫുളിഷ്, അത് വളരെ പ്രാകൃതമാണ്, മണ്ടത്തരമാണ്. കാരണം സമയം ചുരുക്കമല്ലേ. അതുകൊണ്ട് ഞാൻ നിന്നെ ഓർത്ത് കരഞ്ഞിരുന്നിട്ടൊന്നുമില്ല, ഞാൻ എൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നു. Then come my rainy nights with pattering feet, smile my golden autumn, come careless April, scattering your kisses abroad. ഇനി ഓരോ സീസണുകൾ കഴിയുന്നതിന് പോലെയാണ് ജീവിതത്തെ ഇവിടെ വിവരിക്കുന്നത്. Then come my rainy nights, പിന്നെ വന്നു ആര്? നല്ല മഴയുള്ള രാത്രികൾ. വിത്ത് പാറ്ററിങ് ഫീറ്റ്, ശബ്ദമുണ്ടാക്കി, അതായത് നല്ല കോരിച്ചൊരിയുന്ന മഴയും മഴയുടെ ശബ്ദവും. സ്മൈൽ, എൻ്റെ ഉള്ളിൽ പുഞ്ചിരി വിടരുന്ന. മൈ ഗോൾഡൻ ഓട്ടം, പിന്നെ വന്നു ആര്? എൻ്റെ സുവർണ ശരത്കാലം. കം കെയർലെസ് ഏപ്രിൽ, പിന്നെ വന്നു ആര്? അലസനായ ഏപ്രിൽ മാസം. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോകുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് പ്രായവും കടന്നു പോകുന്നു, യുവത്വവും ഇല്ലാണ്ടാവുന്നു. അങ്ങനെ എൻ്റെ വിലയേറിയ സമയത്തെ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, കവി പറയുന്നത്. അങ്ങനെ എൻ്റെ ഓരോ കാലവും കഴിഞ്ഞു പോകുന്നു, അതായത് പ്രായമാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സീസണുകളിലൂടെയാണ് ആ യാത്ര പറയുന്നത്. നമ്മൾ തുടക്കത്തിൽ ആൾറെഡി പറഞ്ഞിരുന്നു സ്പ്രിങ് അല്ലെ, വസന്തകാലം വന്നത്. പിന്നെ പൂക്കൾ വാടിയ കാര്യവും നമ്മൾ പറഞ്ഞു. പിന്നീടാണ് മഴക്കാലം വരുന്നു, അതാണ് പിന്നീട് വരുന്നതാണ് ആര്? ഓട്ടം, ശരത്കാലം, ഇല പൊഴിയുന്ന കാലം. അങ്ങനെ ആ കാലം വരുന്നു. അലസമായ ഏപ്രിൽ മാസവും, അതും സീസണിനെയാണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു പ്രത്യേക കാലത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അലസനായ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ തോന്നാത്ത രീതിയിലുള്ള ഏപ്രിൽ മാസവും കടന്നു പോകുന്നു. ഈ മാസങ്ങളെല്ലാം എന്താ ചെയ്യുന്നത്? സ്കാറ്ററിങ് യുവർ കിസ്സസ് എബ്രോഡ്, നിൻ്റെ ചുംബനങ്ങളെ ചിന്നിച്ചിതറിച്ച് കളയുന്നു. അതായത് ഉദ്ദേശിക്കുന്നത് നിൻ്റെ ഓർമ്മകളെ എന്നർത്ഥത്തിലായിരിക്കാം. കാലം കഴിയും തോറും
നിന്റെ ഓർമ്മകളെ എന്നിൽ നിന്ന് ഇല്ലാതാക്കുന്നു എന്നർത്ഥത്തിലാണ്. നീ തന്ന ചുംബനങ്ങളെ ചിന്നിച്ചിതറിച്ച് കളയുന്നു. സ്കാറ്ററിങ്, ചിന്നിച്ചിതറിച്ച് വെളിയിൽ കളയുന്നു. എബ്രോഡ് എന്നാണ് പറഞ്ഞത്. സ്കാറ്ററിങ് യുവർ കിസസ് എബ്രോഡ്. എബ്രോഡ് എന്ന് പറഞ്ഞാൽ വെളിയിൽ കളയുക, വിദേശത്തേക്ക് പോകുക എന്നൊക്കെയാണ് അർത്ഥം അല്ലേ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എൻ്റെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കുന്നു. കാലം കഴിയും തോറും പുതിയ പുതിയ സന്തോഷങ്ങൾ എന്നിൽ വരുന്നു. അതാണ് സ്മൈൽ എന്ന് അവിടെ ഇടയ്ക്ക് പറയുന്നുണ്ട്. മഴ വരുന്നു, പുഞ്ചിരി വിടരുന്നു. സുവർണ ശരത്കാലം വരുന്നു, അലസമായ ഏപ്രിൽ വരുന്നു. നിന്റെ ചുംബനങ്ങളെ എന്നിൽ നിന്ന് ചിതറിച്ച് വെളിയിൽ കളയുന്നു. അതായത് നിന്റെ ഓർമ്മകളെ എന്നിൽ നിന്ന് മായ്ച്ച് കളയുന്നു ഓരോ കാലവും. അതല്ലെങ്കിൽ കാലം മുന്നോട്ട് പോകും തോറും നിന്റെ ഓർമ്മകൾ എന്നിൽ നിന്ന് മാഞ്ഞ് പോകുന്നു. യു കം ആൻഡ് യു ആൾസോ മൈ ലവ്സ്, യു നോ വി ആർ മോർട്ടൽസ്. ഈസ് ഇറ്റ് വൈസ് ടു ബ്രേക്ക് വൺസ് ഹേർട്ട് ഫോർ ദ വൺ ഹൂ ടേക്സ് ഹർ ഹേർട്ട് അവേ, ഫോർ ടൈം ഈസ് ഷോർട്ട്. ഇവിടെ കാമുകിമാരെയെല്ലാം കവി ഒരുമിച്ച് വിളിക്കുകയാണ്. തൻ്റെ കാമുകിയെ മാത്രമല്ല, തന്നെ ഉപേക്ഷിച്ചു പോയ ആളെ മാത്രമല്ല, ഇങ്ങനെ ആരെയാണെങ്കിലും ഉപേക്ഷിച്ചു പോയ എല്ലാ കാമുകിമാരെയും വിളിച്ചിട്ട് കവി ചോദിക്കുകയാണ്. യു കം, വരൂ, ഇവിടെ വരൂ. യു, നീയും. ആൻഡ് യു, നിങ്ങളും വരൂ, എല്ലാവരും വരൂ. ആര്? മൈ ലവ്സ്, എൻ്റെ പ്രണയിനിമാരെ, കാമുകിമാരെ. എൻ്റെ അർത്ഥത്തിൽ എല്ലാവരെയും അർത്ഥത്തിലായിരിക്കാം ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ കവിക്ക് തന്നെ ഇതിനു മുമ്പ് തോന്നിയ, തന്നെ ചതിച്ചിട്ട് പോയ മറ്റുള്ള എല്ലാവരെയും ആയിരിക്കാം. എന്തായാലും കാമുകിമാരെ. യു നോ വി ആർ മോർട്ടൽസ്, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ നാം എല്ലാവരും മരണമുള്ളവരാണ്. മോർട്ടൽസ്, മരിച്ചു പോകുന്നവർ, മരണമുള്ളവർ. അതായത് നമ്മൾ എന്നേക്കും ഈ ലോകത്ത് ജീവിക്കാനൊന്നും പോകുന്നില്ല. ഞങ്ങളെ ഉപേക്ഷിച്ച് വേറെ ആളൊപ്പം പോയി, അല്ലെങ്കിൽ എങ്ങോട്ടോ പോയി, കുറേ കാലമൊന്നും പോകാൻ പറ്റില്ല. ജീവിതം അവസാനിക്കുന്ന ഒന്നാണ്. യു നോ, നിങ്ങൾക്കറിയുമോ, വി ആർ മോർട്ടൽസ്, നമ്മളെല്ലാവരും മരണമുള്ളവരാണ്. ജീവിതത്തിന് അത്രത്തോളം വില നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈസ് ഇറ്റ് വൈസ് ടു ബ്രേക്ക് വൺസ് ഹേർട്ട്, ഒരാളുടെ ഹൃദയം തകർക്കുന്നത് വിവേകമുള്ള കാര്യമാണോ? ഫോർ ദ വൺ, ആരുടെ? ഹൂ ടേക്സ് ഹർ ഹേർട്ട് അവേ, നിങ്ങളുടെ ഹൃദയം കവർന്നെടുത്ത, നിങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ച ഒരാളുടെ ഹൃദയം തകർക്കുന്നത് വിവേകമുള്ള കാര്യമാണോ? ഫോർ ടൈം ഈസ് ഷോർട്ട്, ജീവിതം വളരെ ചുരുക്കമല്ലേ, സമയം വളരെ ചുരുക്കമല്ലേ, നിങ്ങൾ മരണമുള്ളവരല്ലേ, നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ, നിങ്ങളിങ്ങനെ ഹൃദയം തകർക്കുന്നത് വിവേകമുള്ള ഒരു കാര്യമാണോ? സമയം വളരെ കുറച്ചല്ലേ ഉള്ളൂ, ചെറിയൊരു ജീവിതമല്ലേ നമുക്കുള്ളൂ എന്നർത്ഥത്തിലാണ് ചോദിക്കുന്നത്. ഇവിടെ ഈ വരി കൊണ്ട് മറ്റൊരു രീതിയിലും ചിന്തിക്കാം. സ്വന്തം ഹൃദയം തകർത്ത ഒരാൾക്ക് വേണ്ടി കരഞ്ഞിരിക്കേണ്ടതുണ്ടോ എന്നും ചിന്തിക്കാം. പക്ഷേ ഇവിടെ ഹർ ഹേർട്ട് അവേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവളുടെ ഹൃദയം കവർന്നെടുത്ത ഒരാളുടെ ഹൃദയം തകർക്കുന്നത് വിവേകമുള്ള കാര്യമാണോ എന്നർത്ഥത്തിലും ചിന്തിക്കാം. എന്തായാലും നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ, സമയം വളരെ ചുരുക്കമല്ലേ, ജീവിതം മുന്നോട്ട് പോവണ്ടേ, നമുക്ക് എല്ലാവരെയും ഹൃദയം തകർത്ത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഈ ചെറു ജീവിതത്തിൽ സാധിക്കും. ഇറ്റ് ഈസ് സ്വീറ്റ് ടു സിറ്റ് ഇൻ എ കോർണർ ടു മ്യൂസ് ആൻഡ് റൈറ്റ് ഇൻ റൈംസ് ദാറ്റ് യു ആർ ആൾ മൈ വേൾഡ്. ഇറ്റ് ഈസ് സ്വീറ്റ്, വളരെ രസമുള്ള കാര്യമാണ്. ടു സിറ്റ് ഇൻ എ കോർണർ ടു മ്യൂസ്, ഒരു മൂലയ്ക്കലിരുന്നിട്ട് ഒരു കവിത എഴുതുന്നത് നല്ല രസമുള്ള കാര്യമാണ്. ആൻഡ് റൈറ്റ് ഇൻ റൈംസ് ദാറ്റ് യു ആർ ആൾ മൈ വേൾഡ്, എന്നിട്ട് പ്രാസമൊപ്പിച്ച് നീയായിരുന്നു എൻ്റെ ലോകം, നീയാണെൻ്റെ ലോകം എന്നെല്ലാം പറഞ്ഞിട്ട് കവിത എഴുതുന്നത് നല്ല രസമുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് ഹീറോയിക്, ധൈര്യമുള്ളൊരു പ്രവൃത്തിയാണ്. ടു ഹഗ് വൺ സോറോ ആൻഡ് ഡിറ്റർമൈൻ നോട്ട് ടു ബി കൺസോൾഡ്, സ്വന്തം ദുഃഖത്തെ ആലിംഗനം ചെയ്ത് ഇതെൻ്റെ ദുഃഖം മാത്രമാണെന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കാൻ വല്ല ധൈര്യമുള്ള ഒരാളാണെന്ന്, അതായത് മറ്റുള്ളവരൊന്നും വേണ്ട, ഇതെൻ്റെ ദുഃഖമാണ് എന്ന് ചിന്തിച്ചിരിക്കാൻ ധൈര്യമുള്ള ആളായിരിക്കാം. ആൻഡ് ഡിറ്റർമൈൻ നോട്ട് ടു ബി കൺസോൾഡ്, എന്നെ ആരും കൺസോൾ ചെയ്യേണ്ട, ആശ്വസിപ്പിക്കേണ്ട എന്നൊക്കെ തീരുമാനിച്ച് എന്നെല്ലാം മനസ്സിലുറപ്പിച്ച് ഇരിക്കുക എന്ന് പറയുന്നത് ഒരു ധൈര്യവാൻ്റെ ലക്ഷണമാണ്. എന്ന് വെച്ചാൽ കുറേ സങ്കടമൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ, ഞാൻ സ്വന്തമായിട്ടൊന്ന് കരയട്ടെ, സ്വന്തമായിട്ട് ദുഃഖിച്ചിരുന്ന് എന്നെ ആരും ആശ്വസിപ്പിക്കേണ്ട, ഇതെൻ്റെ പ്രശ്നമാണെന്ന് പറയുന്ന ഒരു ഹീറോ ആവാനൊക്കെ നല്ല
രസമാണ്, കേൾക്കുമ്പോൾ നല്ല രസമാണ്. ബട്ട് എ ഫ്രഷ് ഫേസ് പീപ്സ് അക്രോസ് മൈ ഡോർ ആൻഡ് റേസ് ഇറ്റ്സ് ഐസ് ടു മൈ ഐസ്. പക്ഷേ അങ്ങനെ സങ്കടപ്പെട്ടിരുന്നപ്പോൾ, എന്നെ ആരും ആശ്വസിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് ഞാനൊരു മൂലയ്ക്കൽ ഇരുന്നപ്പോൾ, എ ഫ്രഷ് ഫേസ്, ഒരു പുതിയ മുഖം, പീപ്സ് അക്രോസ് മൈ ഡോർ, പീപ്പ് ഒളിഞ്ഞു നോക്കുക, എൻ്റെ വാതിലിൻ്റെ വിടവിലൂടെ എന്നെ ഒളിഞ്ഞു നോക്കുന്നു. ആൻഡ് റേസ് ഇറ്റ്സ് ഐസ് ടു മൈ ഐസ്, എന്നിട്ട് അതിൻ്റെ കണ്ണുകൾ എൻ്റെ കണ്ണുകളെ നോക്കുന്നു. അതാരാണ്? അയാൾ തന്നെയാണ് അല്ലേ? ഇവിടെ കവി തന്നെയാണ് ഇങ്ങനെ നോക്കുന്നത്. എൻ്റെ മനസ്സ് എന്നോട് പറയുന്നു എന്നർത്ഥത്തിലാണ്. എന്ത്? ഐ കനോട്ട് ബട്ട് വൈപ്പ് അവേ മൈ ടിയേഴ്സ് ആൻഡ് ചേഞ്ച് ദ ട്യൂൺ ഓഫ് മൈ സോങ്. എനിക്ക് ഐ കനോട്ട് ബട്ട് വൈപ്പ് അവേ മൈ ടിയേഴ്സ്, ഞാൻ എന്ത് ചെയ്തു? എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ബട്ട് വൈപ്പ് അവേ മൈ ടിയേഴ്സ്, ഞാൻ എൻ്റെ കണ്ണുനീര് തുടച്ചു കളഞ്ഞു. ആൻഡ് ചേഞ്ച് ദ ട്യൂൺ ഓഫ് മൈ സോങ്, ഞാൻ എന്ത് ചെയ്തു? ഒരു കവിത എഴുതാനല്ലേ ഞാൻ ഇരുന്നത്. ഞാൻ എൻ്റെ കവിതയുടെ അല്ലെങ്കിൽ എൻ്റെ പാട്ടിൻ്റെ, എൻ്റെ സംഗീതത്തിൻ്റെ ട്യൂൺ അങ്ങോട്ട് മാറ്റി. അതായത് ഞാൻ എഴുതാൻ പോകുന്നത് ഒരു നഷ്ടപ്രണയത്തിൻ്റെ കവിതയാണെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. ഞാൻ ആ ട്യൂണ് മാറ്റി, ഞാനത് മാറ്റിപ്പിടിച്ചു. കാരണം ജീവിതം വളരെ ചെറുതല്ലേ. ഫോർ ടൈം ഈസ് ഷോർട്ട്, സമയം വളരെ ചുരുക്കമല്ലേ. നിന്നെ ഓർത്ത് കരഞ്ഞിരിക്കാൻ എനിക്കിനി ജീവിതം ബാക്കിയില്ല, എനിക്കിനി യൗവനം ബാക്കിയില്ല. ജീവിതം വളരെ ചെറുതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സംഗീതത്തിൻ്റെ ട്യൂൺ മാറ്റിപ്പിടിക്കുന്നു. ഇനി ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മറ്റ് നേടാനുണ്ട്. അതുകൊണ്ട് നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ ഞാൻ അവിടെ അവസാനിപ്പിച്ചു എന്ന് ധീരമായി പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്. ഒരു നഷ്ടപ്രണയത്തെക്കുറിച്ചാണ് കവിതയിലുടനീളം പറയുന്നതെങ്കിലും തനിക്ക് അതിൽ നിന്ന് ജീവിതത്തിൽ മനസ്സിലായ സത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിഫ്രെയിൻ, കവിതയിൽ തുടർച്ചയായി വരുന്ന ഒരു വരിയും. ഫോർ ടൈം ഈസ് ഷോർട്ട്, നമുക്കെല്ലാവർക്കുമുള്ളൊരു പാഠം കൂടിയാണിത്. ജീവിതത്തിൽ പല നഷ്ടങ്ങളും പല ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ സമയം വളരെ വളരെ ചുരുക്കമാണ്. ഇത് വേഗം അതിജീവിച്ച് അടുത്ത കാര്യങ്ങളിലേക്ക് പോയില്ലെങ്കിൽ നമ്മുടെ ജീവിതമേ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റാണ്ടാവും. അങ്ങനെ നമുക്കെല്ലാവർക്കും കൃത്യമായ രീതിയിൽ ആലോചിക്കാനും ചിന്തിക്കാനും ഒതുക്കുന്ന രീതിയിലുള്ള ഒരു കവിതയാണ് യു ലെഫ്റ്റ് മീ. ഒരു നഷ്ട പ്രണയത്തിൻ്റെ കവിത എന്ന് ചിന്തിച്ച് തുടങ്ങുന്നിടത്തുനിന്ന് അവസാനിക്കുന്നത് ഒരു വലിയ തിരിച്ചറിവിലൂടെയാണ് അല്ലേ. ജീവിതം അല്ലെങ്കിൽ നമ്മുടെ സമയം എല്ലാം നശ്വരമാണ്, ക്ഷണികമാണ്, വളരെ പെട്ടെന്ന് നമ്മളിൽ നിന്നില്ലാണ്ടാവുന്ന ഒന്നാണ് എന്ന് പറഞ്ഞ് കവിത അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രബീന്ദ്രനാഥ ടാഗോറിൻ്റെ യു ലെഫ്റ്റ് മീ എന്ന കവിതയെക്കുറിച്ചുള്ള കൃത്യമായൊരു ധാരണ ലഭിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. കവിതയെക്കുറിച്ചും ക്ലാസ്സിനെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.